നമസ്കാരം. മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം. ട്രംപ് അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അധികാരത്തിൽ വന്ന ഉടനെ ചരിത്രപരമായ ചില നീക്കങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുന്നു, ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നു. ലോകം ഉറ്റുനോക്കിയത് ആദ്യം ഒപ്പുവെക്കാൻ പോകുന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. താൽക്കാലിക ഒരു വെടിനിർത്തൽ വന്നിട്ടുണ്ടെങ്കിലും ഭീതിതമായ ഒരു സ്ഥിതി തന്നെയായിരുന്നു. അവിടെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ ആയിരുന്നു ചോദ്യം. ഇറാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത് മുൻ പ്രസിഡന്റ് നടപ്പാക്കിയ മണ്ടത്തരങ്ങളെല്ലാം ഞാൻ വലിച്ചെറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില നീക്കങ്ങൾ. കുടിയേറ്റക്കാരോടൊക്കെ ഒരു കരുണയും ഇല്ലാത്ത ഒരു നീക്കമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊരു ഭീതി തന്നെയല്ലേ നമ്മുടെ ഇന്ത്യയൊക്കെ സംബന്ധിച്ചിടത്തോളം? കുടിയേറ്റക്കാരെയാണ് പൂർണ്ണമായും ഒഴിപ്പിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും അതായത് അമേരിക്കയെ പൂർണ്ണമായും സുരക്ഷിതമാക്കുന്ന ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. അമേരിക്കയ്ക്കാണ് പ്രാധാന്യം എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകാരോഗ്യ സംഘടനയുടെ അവർക്ക് അമേരിക്കയിൽ നിന്നുണ്ടായിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചിരിക്കുന്നു. അത്തരത്തിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ അധികാരത്തിൽ എത്തിയിരിക്കുന്നത്. എന്താണ് ശരിക്കും ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത്? അമേരിക്കയാണോ അതോ ഇനി ട്രംപേരിക്കയാണോ? ഇത് ഇപ്പോ ട്രംപ് വന്നാൽ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ഒരു ജനുവരി 20 എന്നുള്ള ഒരു ദിവസത്തിന് വേണ്ടി നമ്മളെല്ലാം കാത്തിരിക്കുകയായിരുന്നു. നമ്മൾ ഇന്ന് പറഞ്ഞത് വളരെ കൃത്യമായി തന്നെയാണ്. കാരണം നമ്മൾ ഇന്ത്യക്കാര് എല്ലാവരും തന്നെ വിചാരിച്ചിരുന്നത് ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നല്ല കാലമാണ് എല്ലാവർക്കും, അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകം മൊത്തം ഇനി നല്ല കാര്യമായിരിക്കും, ട്രംപ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നെല്ലാം പറഞ്ഞ് നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. യുദ്ധങ്ങളെല്ലാം അവസാനിക്കും, സമാധാനത്തിന്റെ നാളുകളാണ് ഇനി വരുന്നതെന്നെല്ലാം പറഞ്ഞിരുന്നു. അപ്പൊ ഇതിനാദ്യം കമലാ ഹാരിസിനെ പരാജയപ്പെടുത്തി അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റ് ആയിട്ടാണ് ഇദ്ദേഹം വരുന്നത്. അതിലൊരു പ്രത്യേകത, ഈ ട്രംപ് എന്ന് പറയുന്ന ആളാണ് ഇതുവരെ അമേരിക്കൻ പ്രസിഡന്റുമാരായിരിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ധനികനാണ് ട്രംപ്. ധനികൻ മാത്രമല്ല, ഒരു കുറ്റവാളി കൂടിയാണ് എന്ന് കൂടി പറയേണ്ടി വരും. അതായത് എത്ര കേസുകളാണ് ട്രംപിനെതിരെ ഉള്ളത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ധനികൻ എന്ന വാക്കൊന്ന് മാറ്റി പറയാമെന്നാൽ ഞാൻ മാടമ്പി എന്ന് പറയാം. ഒരു മാടമ്പിയാണ്. എന്തായാലും 2017 ഹിലാരി ക്ലിന്റനെ പരാജയപ്പെടുത്തിയിരുന്നു. 2020 ജോ ബൈഡൻ ട്രംപിനെ പരാജയപ്പെടുത്തി. ഇപ്പോൾ വീണ്ടും അധികാരമേൽക്കുകയാണ്. ഇപ്പൊ ഒരു പ്രത്യേകത കണ്ടത്, ടെക് ഭീമന്മാർക്കൊക്കെ വളരെ ഏറ്റവും മുൻനിരയില് കസേര ലഭിച്ചത് ടെക് ഭീമന്മാർക്കാണ്. അതില് ഒരു ചെറിയ ക്ഷീണം നമുക്ക് ഇന്ത്യക്കും പറ്റിയിട്ടുണ്ട്. ഇന്ത്യയെ ഔദ്യോഗികമായി പ്രതിനിധീകരിച്ചത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാത്രമാണ്. ഇതില് ഒരു ചെറിയ ക്ഷീണം എന്താണെന്ന് വെച്ചാൽ, മോദിക്ക് വ്യക്തിപരമായ ഒരു ക്ഷണം കിട്ടിയിട്ടില്ല. ട്രംപും മോദിയും തമ്മിൽ ഭയങ്കര അടുപ്പമാണെന്നൊക്കെ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. മോദിയും വളരെ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടായിരിക്കും ട്രംപ് എന്തായാലും വിളിക്കുമെന്നും. വളരെ കുപ്പായൊക്കെ തയ്ച്ചിരുന്നതൊക്കെ തന്നെയാണ്. പക്ഷെ ഒന്നും പറഞ്ഞില്ല, മോദിയെ വിളിച്ചില്ല. അതുകൊണ്ട് വ്യക്തിപരമായ ക്ഷണം ലഭിച്ചില്ല, പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് മോദി പോയതുമില്ല. എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങൊക്കെ നടന്ന ഉടനെ തന്നെ ബൈഡന്റെ 78 ഉത്തരവുകളാണ് മരവിപ്പിച്ചത്. എന്നിട്ട് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഇത് ലോകത്തൊക്കെ തന്നെ വലിയ ചലനങ്ങൾ. കാരണം ബൈഡൻ എന്തെല്ലാമാണോ കൊണ്ടുവന്നിട്ടുള്ളത്, അതിലത്തെ 78 ഉത്തരവുകളാണ് മരവിപ്പിച്ചു കഴിഞ്ഞത്. ഇതൊന്നും ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പുതിയ 200 ഉത്തരവുകളിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഒപ്പിടുക മാത്രമല്ല, ഒപ്പിട്ടിട്ടുള്ള പേന ആൾക്കൂട്ടത്തിന് ഇടയിലേക്ക് വലിച്ചെറിഞ്ഞ് ജനങ്ങളുടെ എല്ലാം ആവേശം കൂട്ടി സിനിമ സ്റ്റൈലിലൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇത് അനധികൃത കുടിയേറ്റം തടയും എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന്റെ ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നതാണ് കുടിയേറ്റത്തിനെതിരെ ഞങ്ങൾ നടപടിയെടുക്കും. പക്ഷേ ട്രംപിനെ അധികാരത്തിൽ കൊണ്ടുവന്നത് തന്നെ ആ ഒരു പ്രഖ്യാപനമാണ്. അവിടെയാണ് കമലാ ഹാരിസിന് പിഴച്ചുപോയത്. പക്ഷെ ഇതിൽ വേറൊന്നും, ഈ കറുത്ത വർഗ്ഗക്കാർക്കിടയിൽ അവിടുന്നും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയതാണ്. അപ്പോ ഈ കുടിയേറ്റം എന്നുള്ളത് ഇപ്പോൾ അമേരിക്കയിലുള്ള ആൾക്കാർ പോലും, ഇനി പുതിയതായിട്ടുള്ള ഇപ്പോൾ അമേരിക്കയിലേക്ക് കുടിയേറിപ്പാർത്ത് അവിടെയുള്ള ആൾക്കാരായി മാറിയവർ പോലും ഇനി ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെ ഒരു കുടിയേറ്റം അവരാരും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. അപ്പൊ എന്ന് മാത്രമല്ല, വേറൊന്ന് പറഞ്ഞിട്ടുള്ളത്, ഇനി മുതൽ ഒരു തരത്തിലുള്ള പൗരത്വ പരിപാടികളും തുടരില്ല എന്ന്. കാരണം സാധാരണ അമേരിക്കയിലേക്ക് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ആരെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവിടെ താമസിച്ചു, അവർക്ക് PR എടുത്തു, അതിനുശേഷം ഒരു കുഞ്ഞ് അവിടെ ഉണ്ടാവുമ്പോഴാണെങ്കിൽ അമേരിക്കയിൽ മണ്ണിൽ തന്നെ ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് ജനനത്തോടു കൂടി തന്നെ അവിടുത്തെ പൗരത്വം അവർക്ക് കിട്ടുവാണ്. ഇനി അത് നടക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുടിയേറിയവരെ കുറ്റവാളികളായിട്ടാണ് കണക്കാക്കുന്നത്. ഇവരെല്ലാം പുറത്താക്കുമെന്ന് ട്രംപ് പറഞ്ഞു എന്ന് മാത്രമല്ല, കുടിയേറ്റക്കാരെ നാട് കടത്താനുള്ള ഉത്തരവ് നിലവിൽ വന്നു. 10,000-ഓളം ഇന്ത്യക്കാരുൾപ്പെടെയുള്ളവരെ നാട് കടത്തുകയും ചെയ്തു. അപ്പൊ ഇത് നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടുള്ള ട്രംപിന്റെ വരവ്
കുറച്ച് അപകടം തന്നെയാണ്. കാരണം ഇനി അമേരിക്കയിലേക്ക് തൊഴിലില്ല, തൊഴിലിന് മാത്രമല്ല വിദ്യാഭ്യാസത്തിന് വരെ പോകണമെങ്കിൽ വലിയ കടമ്പകൾ നീണ്ടുതരും. ഇതുവരെ അമേരിക്കയിലേക്ക് പോകുക എന്നുള്ളത് നമ്മുടെ ആൾക്കാരെല്ലാവരും അമേരിക്കയിലുള്ളവരുണ്ടാകാം, ഒക്കെ ഉണ്ട്. അവരുടെ അവസ്ഥയെ കുറിച്ച് ഒരുപക്ഷെ അവിടെ തന്നെ ഉള്ളവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ ഇനി അങ്ങോട്ടുള്ള ഒരു ഒഴുക്ക് ട്രംപിന്റെ ഈ തീരുമാനങ്ങൾ തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ എത്രത്തോളം ഉണ്ടാകും എന്നുള്ള കാര്യം സംശയമാണ്. ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു ഉത്തരവെടുത്തത് 1930-ലാണ്. 1930 അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നു ഹെർബർട്ട് ഹൂവർ. അവര് റീപാട്രിയേഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു നടപടി ഉണ്ടാക്കി. ഇതനുസരിച്ച് മെക്സിക്കൻ വംശജരായ 2 ദശലക്ഷം ആളുകളെയാണ് ഈ ഒരു പേരില് ഇവരെ പുറത്താക്കിയത്. കടുത്ത തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും സൃഷ്ടിച്ച സാമ്പത്തിക മാന്ദ്യത്തിന് കാരണക്കാര് മെക്സിക്കോയിൽ നിന്നും കടന്നു വന്നിട്ടുള്ള ഈ കുടിയേറ്റക്കാരാണ് എന്ന് കുറ്റപ്പെടുത്തിയിട്ടാണ് ഹൂവർ ഈ നിയമം കൊണ്ടുവന്നത്. ഇപ്പൊ ട്രംപ് രേഖകളില്ലാത്തവരെല്ലാം രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ ഉണ്ടാക്കുന്നു, സാമൂഹിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ടാണ് നാട് കടത്തിയിരിക്കുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ രേഖകളില്ലാതെ അവിടെ കുടിയേറ്റുന്നവരാണ് ഇത്തരം സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മുടെ കേരളത്തിനും ഇന്ത്യക്കും എല്ലാം ബാധകമാണ്. കാരണം ഇങ്ങനെ രേഖകളില്ലാതെ വന്നവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേരളത്തിലും എത്രയോ പ്രാവശ്യം നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. കേരളത്തിലുള്ള പല കേസുകളിലും ഇത്തരം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആൾക്കാര്, വേറെ രാജ്യത്തിൽ നിന്നല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ പോലും കേരളത്തിൽ ഉൾപ്പെടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ട്രംപ് പറഞ്ഞതിന് നമുക്കും കുറ്റം പറയാൻ പറ്റില്ല. സ്വന്തം രാജ്യം സുരക്ഷിതമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണല്ലോ. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം അങ്ങനെ ചെയ്തത്. എങ്കിൽ പോലും നമുക്ക് പറയാനുള്ളത്, അതായത് ഒരു രാജ്യത്ത് പുറത്തു നിന്നുള്ളവരെ അനുവദിക്കില്ല എന്ന് പറയാനും കഴിയില്ലല്ലോ. അല്ല, പക്ഷെ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതില് ഇത് എക്സിക്യൂട്ടീവ് ഓർഡർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എക്സിക്യൂട്ടീവ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രപതി ഏകപക്ഷീയമായി പുറപ്പെടുവിപ്പിക്കുന്ന ഉത്തരവാണ് എക്സിക്യൂട്ടീവ് ഓർഡർ. ഇതിന്റെ നിയമനിർമ്മാണമല്ല ഇത് എക്സിക്യൂട്ടീവ് ഓർഡർ മാത്രമാണ്. അപ്പോൾ നിയമനിർമ്മാണത്തിൽ നിന്ന് വ്യത്യസ്തമായി എക്സിക്യൂട്ടീവ് ഓർഡറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉത്തരവുകൾക്ക് കോൺഗ്രസിന്റെ അധികാരം ആവശ്യമില്ല. അപ്പൊ ട്രംപ് അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് നടപ്പിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. കോൺഗ്രസിന് ഇതിനെ മറികടന്ന് അങ്ങനെ പാടില്ല എന്ന് പറയുന്നതിനുള്ള അധികാരമില്ല. പിന്നെ ആകെ ചെയ്യാവുന്ന ഒരു കാര്യം, ഇത്തരം കേസുകളിൽ ഇങ്ങനെ ട്രംപ് പറഞ്ഞിട്ടുള്ള കുടിയേറ്റ നിയമം, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡറുകളാണെന്നുണ്ടെങ്കിൽ ഈ ഓർഡറുകളെ കോടതിയിൽ ചോദ്യം ചെയ്യാം. ഈ ഒരു കാര്യം മാത്രമാണ് ഇനി ഏതെല്ലാം ഓർഡറുകൾ, കാരണം ട്രംപ് പറഞ്ഞിട്ടുള്ളത് 8 എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതില് സംസാര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ സെൻസർഷിപ്പ് തടയാൻ പറഞ്ഞിട്ടുണ്ട്. മുൻ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായ സർക്കാരിന്റെ ആയുധവൽക്കരണം അവസാനിപ്പിക്കുക. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള 8 എണ്ണമാണ് എക്സിക്യൂട്ടീവ് ഓർഡറുകൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മരവിപ്പിച്ചയിൽ ഏറ്റവും പ്രധാനമുള്ളത് പാരീസ് ഉടമ്പടിയാണ്. പാരീസ് ഉടമ്പടി എന്ന് വെച്ചാൽ കാലാവസ്ഥാ വ്യതിയാനത്തിനെ ചെറുക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കരാറാണ് പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത്. ഈ ഉടമ്പടി പ്രകാരം ആഗോളതാപനം 2 ഡിഗ്രി സെൽഷ്യസിൽ താഴെയും മാതൃകാപരമായി 1.5 ഡിഗ്രിയിൽ താഴെയും നിലനിർത്താൻ ഏകദേശം 200 രാജ്യങ്ങളാണ് പ്രതിജ്ഞാബദ്ധരായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇവർ ഒപ്പിട്ടിട്ടുള്ളതാണ് ഈ പാരീസ് ഉടമ്പടി. ഇതിനായി എല്ലാ രാജ്യങ്ങളും പദ്ധതി വികസിപ്പിക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന്, കാലാവസ്ഥാ സംരക്ഷണത്തിൽ നിന്നും എല്ലാം. പക്ഷെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇവർ പിന്മാറിയിരിക്കുകയാണ്. UN നിന്നും പിന്മാറി ഈ കാലാവസ്ഥ സംരക്ഷണത്തിലുള്ള പാരീസ് കരാറിൽ നിന്നും അമേരിക്ക ഇപ്പം നിരുപാധികം പിന്മാറുകയാണെന്നാണ് പറയുന്നത്. ഇതോടുകൂടിയിട്ട് അന്തരീക്ഷത്തെ വിഷമയമാക്കുന്ന വാതകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾ ഉൾപ്പെടെ, ഫാക്ടറികൾ ഉൾപ്പെടെ, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ, ഈവൻ ഫ്രിഡ്ജുകൾ വരെ പറയുന്നുണ്ട്. ഫ്രിഡ്ജ് പോലുള്ള നമ്മൾ ഏത് സാധനം ഉപയോഗിക്കുകയാണെങ്കിലും, ഇലക്ട്രോണിക് സാധനം ഉപയോഗിക്കുമ്പോൾ ഇതിൽ നിന്നൊരു വാതകം വരുന്നുണ്ടെന്നും ഇതാണ് ഓസോൺ പാളിയില് സുഷിരമുണ്ടാക്കാൻ വലുതാക്കുന്നതെന്നും എല്ലാമുള്ള ഇതിന്റെ ഫലമായിട്ടാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു തിയറി തന്നെയാണ് ഈ പാരീസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. രാജ്യങ്ങളെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ കുറയ്ക്കണം, ഇലക്ട്രിക് കാറുകളിലേക്ക് വരണം, പെട്രോൾ എന്നുള്ള പുക നാശം ഇല്ലാതിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ലോകം അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പൊ ട്രംപ് പറഞ്ഞത് വ്യവസായം വർദ്ധിച്ചാലേ സമ്പദ് വ്യവസ്ഥ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇലക്ട്രിക് കാറുകളുടെ നിർമ്മാണം വരെ ഇനിയിപ്പോ പ്രശ്നമായിരിക്കുകയാണ്. കാരണം അതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോ ഇതിൽ എത്രമാത്രം ഇതെല്ലാം നടപ്പിലാകും എന്നുള്ളത്, ഏതെല്ലാം കോടതിയിൽ പോകും, അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ അതിശക്തമായി ഉണ്ടാകും. പ്രതിഷേധം തീർച്ചയായിട്ടും കാരണം അമേരിക്കയിൽ ആൺ പെൺ അങ്ങനെ 2 ലിംഗം മതി, അതും വലിയൊരു ട്രാൻസ്ജെൻഡേഴ്സ് പാടില്ല എന്ന് പറയുന്നതും
അമേരിക്കയെ പോലുള്ള ഒരു പരിഷ്കൃത രാജ്യം വീണ്ടും പുറകിലേക്ക് നടക്കുന്നതിന്റെ ഒരു കാര്യം സൂചനയായിട്ട് നമ്മളെപ്പോഴും ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കളിയാക്കിക്കൊണ്ട് പലതരത്തിലും സംസാരിക്കാറുണ്ട്. പക്ഷെ എങ്കിലും പറയാനുള്ളത് അത് അവർ തെരഞ്ഞെടുക്കുന്ന ഒരു ലിംഗമല്ലല്ലോ അത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ഘടനാ മാറ്റമാണ്. അതായത് ഹോർമോൺ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ അവർ ഈ പറയുന്ന നമ്മളെപ്പോഴും പറയാറുണ്ട് ഇവരെയൊക്കെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് അത്തരത്തിലുള്ള ഒരു പ്രശ്നമല്ല. ആദ്യം അത് മനസ്സിലാക്കുക. അത് ഒരു നമ്മളെ പോലെ തന്നെ ഒരു മനുഷ്യരാണ് അവരും. പിന്നെ അവർക്ക് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് പൊതുവെ മൊത്തത്തിലൊരു അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി കൊണ്ടുണ്ടാകുന്ന, കാരണം നമ്മളിപ്പോ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന രണ്ടതിനൊപ്പം അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ കാര്യം കൊണ്ടല്ല ആ കുഞ്ഞ് ആൺകുട്ടിയാകുന്നതോ പെൺകുട്ടിയാകുന്നതോ, അതുപോലെ തന്നെ ആ കുഞ്ഞിന്റേതായിട്ടുള്ള ഒരു തെറ്റുകൊണ്ടുമല്ല ഇത് രണ്ടിലും പെടാത്ത ഒരു, അല്ലെങ്കിൽ രണ്ടിലും പെടുന്ന ഒന്നായിട്ട് ഒരു പ്രത്യേകത ആ കുഞ്ഞിന് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഒന്നും പാടില്ല എന്ന് ഒരു ഭരണാധികാരിക്ക് എങ്ങനെ പറയാൻ പറ്റും? അത് അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ്. കാരണം അമേരിക്ക പോലെ ഒരു രാജ്യം അതിനെ അടിച്ചമർത്തുന്നു എന്നുള്ളത് തെറ്റാണ്. അവര് വേണ്ട എന്ന് ഒരു ട്രംപിന് പറയാൻ കഴിയുന്ന കാര്യമല്ല അത്. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള അതിലൊക്കെ ഒരു വലിയ പ്രതിഷേധങ്ങൾ ശക്തമായും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ട്രംപിന്റെ ഇത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ, കടുംപിടുത്തങ്ങൾ അത് ഭാവിയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കില്ലേ എന്നുള്ളതാണ്. തീർച്ചയായും ഇപ്പൊ ഈ ലോകാരോഗ്യ സംഘടനയ്ക്ക് അമേരിക്ക നൽകി വരുന്ന ഫണ്ട് അനാവശ്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലോകാരോഗ്യ സംഘടനയ്ക്ക് കൊടുക്കുന്ന അമേരിക്ക നൽകുന്ന ഫണ്ട് എന്ന് പറയുന്നത് ദരിദ്ര രാജ്യങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ടാണ് ഏറ്റവും കൂടുതൽ ഈ ഫണ്ട് ഉപയോഗിക്കുന്നത്, ആഫ്രിക്കൻ കൺട്രിയിലേക്ക്. അപ്പൊ ഇതിൽ നിന്നും അമേരിക്ക പിന്മാറി എന്ന് പറഞ്ഞാൽ ലോകാരോഗ്യ സംഘടനയുടെ പിന്നെ അതിന്റെ പ്രവർത്തനം പിന്നെ ഉണ്ടാവില്ല എന്ന് പറയേണ്ടി വരും. അപ്പോ ഇത്തരം നടപടികളിലേക്കൊക്കെ പോകുന്നത് എനിക്ക് തോന്നുന്നു ഇത് വെറും ഒരു ഫസ്റ്റ് ഇതായിട്ടുള്ള ട്രംപിന് അല്ല, ട്രംപിന് അറിയാം ഇതെല്ലാം പറഞ്ഞെങ്കിൽ തന്നെ ഇതിനെ അനുകൂലിക്കുന്നവരും ഉണ്ടായിരിക്കാം. എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കോടതിയുടെ മുന്നിലേക്ക് വരുമെന്നുള്ള കാര്യം 101% ഉറപ്പാണ്. ആ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ട്രംപിന്റെ, അതായത് ഈ ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള ഫണ്ടിങ് നിർത്തലാക്കുമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ട്രംപ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതായത് അമേരിക്കയുടെ ഭീമമായ തുക അനാവശ്യ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നു, എന്തിനാണ് മറ്റു രാജ്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ചെലവഴിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ട്രംപ് അന്ന് തന്നെ ഉയർത്തിയതാണ്. യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞ ഈ പോയിന്റ് പറഞ്ഞതിനെ കുറിച്ച് നമുക്ക് ആക്കാം. ഇപ്പൊ യുക്രൈനിലെ യുദ്ധത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി സഹായം ചെയ്യുന്നതിന് വേണ്ടി, ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യുന്നതിന് വേണ്ടി അമേരിക്കയുടെ സമ്പത്ത് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക എന്നുള്ള നിലപാട് ഓക്കെയാണ്. അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. അത് മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളിലുമായി അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളുണ്ട്. ഇവിടെയൊക്കെ വേണ്ടിയിട്ട് ഭീമമായ തുക, ശരിയാണ് അവർ പറയുന്നത് വലിയ തുക. പക്ഷെ സൈനിക കേന്ദ്രങ്ങൾ മാറ്റാൻ അമേരിക്ക തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. കാരണം അത് അമേരിക്കയ്ക്ക് എന്തായാലും എന്തെല്ലാം മാറിക്കഴിഞ്ഞാലും അമേരിക്കയുടെ വലിയട്ടൻ സ്വഭാവം മാറാൻ പോകുന്നില്ലല്ലോ. അതും ശരിയാണ്. എങ്കിൽ കൂടിയും പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ട്രംപ് തന്നെയാണ്. അതായത് അമേരിക്കയുടെ ഈ ഭീമമായ തുകകൾ പല രാജ്യങ്ങളിലുമുള്ള സൈനിക കേന്ദ്രങ്ങൾക്കും സൈന്യത്തിനും വേണ്ടി ചെലവഴിക്കുകയാണ്, അവരുടെ രാജ്യത്തെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുകയാണ്, അത് നിർത്തലാക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ട്രംപ് തന്നെയാണ്. ബൈഡൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ തിരികെ വിളിച്ചപ്പോൾ ആ കാണിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞത്. കാരണം ഒരിക്കലും ട്രംപ് അത് ഉദ്ദേശിക്കുന്നില്ല. ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഇത് ശരിക്കും എനിക്ക് തോന്നുന്നത് ട്രംപിന്റെ ഒരു ട്രംപ് കാർഡായിട്ട് മാത്രം ഇറക്കിയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ മാത്രമാണ് ഇത്. ഈ ട്രംപ് കാർഡിന്റെ അവസാനം എന്താകും എന്നുള്ളത് ട്രംപിന് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. അതുപോലെ തന്നെ എന്തായാലും അന്നേരം തന്നെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ പരാജയം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയം അംഗീകരിക്കാൻ സമ്മതിക്കാതെ കുറെ സൈനികര്, ട്രംപിന്റെ ആൾക്കാര് ക്യാപിറ്റോളിലേക്ക് മന്ദിരത്തിലേക്ക് പോയിരുന്നു. ഇവരെല്ലാം പിടിച്ച് ജയിലിലിട്ടിരുന്നു. അവരെല്ലാം തന്നെ പ്രസിഡന്റിന്റെ സവിശേഷ അധികാരം ഉപയോഗിച്ച് മാപ്പ് നൽകി പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോ എന്താണ് ചെയ്യുന്നതിനെ കുറിച്ച് ട്രംപിന് നന്നായിട്ട് അറിയാം. ബാക്കിയുള്ള കാര്യങ്ങൾ വെറും ഒരു ട്രംപ് കാർഡായിട്ട് ഇറക്കിയിരിക്കുക മാത്രമാവാനാണ് ചാൻസ് ഉള്ളൂ. നമുക്ക് ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രതിസന്ധി, അതായത് എല്ലാവർക്കും ഉള്ള ഒരു ആശങ്ക ഇതാണ്, കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. കുടിയേറ്റത്തിനെ കുറിച്ച് നിയന്ത്രണം വരുമായിരിക്കും. ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള വലിയ പക്ഷെ കൃത്യമായിട്ടുള്ള രേഖകളോട് കൂടിയിട്ടുള്ള കുടിയേറ്റം മാത്രമേ അംഗീകരിക്കുള്ളൂ. അല്ല, വിദ്യാർത്ഥികൾക്കുള്ള ഒരു വലിയ ആശങ്ക, അതായത് ട്രംപിന് അമേരിക്കയിൽ
അമേരിക്കയിൽ വിദ്യാഭ്യാസത്തിനെത്തുന്ന കുട്ടികളുടെ കാര്യത്തിൽ പോലും അങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഒരു ഇല്ല, അത് തടസ്സമാകുമോ തടസ്സമാകാൻ പറ്റില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക സാമ്പത്തികമായിട്ട് വളരെ ഉന്നതിയിലേക്ക് എത്തിയ രാജ്യം തന്നെയാണ്, സമ്മതിച്ചു. അല്ല, അതൊരു അതല്ല ഈ അമേരിക്ക അതെല്ലാ കാലത്തും നമുക്കുള്ള അജ്ഞതയാണ്. അല്ല, പക്ഷെ അതിന് കാരണം എന്താണ്? ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും എത്തുന്ന വിദ്യാർത്ഥികളും ഉൾപ്പെടെ, കാരണം അവിടെ ഫീസായിട്ടും അവരുടെ ചെലവായിട്ടും എല്ലാം ചെലവാക്കുന്ന പണം തന്നെയാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. അത് ശരിയാണ്. നമ്മൾ ഈ പറയുന്നതിനകത്ത് ഒരു എല്ലായ്പ്പോഴും നമുക്കൊരു അജ്ഞതയുണ്ട്. അത് എവിടെയെങ്കിലും ഒരിടത്തത് പോയിന്റ് ഔട്ട് ചെയ്യണമല്ലോ. അതുകൊണ്ട് പറയുന്നതാണ്, സാമ്പത്തികമായി തകർന്നടിഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ വളരെ രീതിയിൽ ഉലഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇത്രത്തോളം കടുപ്പിക്കുന്നത്. അല്ലെങ്കിൽ അധികാരത്തിലെത്തിയ തൊട്ടടുത്ത നിമിഷം തന്നെ പശ്ചിമേഷ്യയിലൊക്കെ കൃത്യമായ നടപടി സ്വീകരിച്ചേനെ ട്രംപ്. പ്രത്യേകിച്ചും ഇറാന്റെ ആണവ നിലയങ്ങൾക്കെതിരെ അതിശക്തമായ ഒരു നീക്കം നടത്തിയേനെ. പക്ഷെ അത്തരം ഒരു നീക്കത്തിലേക്ക് ട്രംപ് കടക്കാത്തതിന് കാരണം സമ്പദ് വ്യവസ്ഥ താറുമാറായി കിടക്കുകയാണ്. ഈ പറയുന്ന പോലെ തന്നെ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ മറികടക്കാനുള്ള അതിശക്തമായുള്ള തേരോട്ടം ചൈന അപ്പുറത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭീതി ട്രംപിനെ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇലോൺ മസ്കിനെ പോലെ ഉള്ളവരെ പിന്തുണച്ചുകൊണ്ട് ടെക് ഭീമന്മാരെയും കോർപ്പറേറ്റുകളെയും മുൻനിരയിൽ ആദരിച്ചിരുത്തുന്നതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. ഇത് തന്നെ ഈ ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് പറയുന്നത്, അമേരിക്കയിലേക്ക് തൊഴിലിനായിട്ട് പോകുന്നതിന് ഇന്ത്യയിൽ നിന്നുൾപ്പെടെ കേരളത്തിൽ നിന്നുൾപ്പെടെ തൊഴിലിനായിട്ട് പോകുന്നവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഒരു തടസ്സം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഈ ടെക് ഭീമന്മാർ അവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലാളികളെ ആവശ്യമുണ്ട്. ഇതിന് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഉള്ളവര്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ. ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞ സംഭവം തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതലുണ്ട്. കാരണം വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്, ബുദ്ധിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. എല്ലാ രാജ്യത്തുള്ളവർക്കും ഈ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തൊഴിലില്ലായ്മ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പോകാൻ പറ്റില്ല എന്നോ ഉള്ള ഒരു പേടി ഒരിക്കലും ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഈ ബ്രെയിൻ ഡ്രെയിൻ, നമുക്ക് ബ്രെയിൻ ഡ്രെയിൻ ആണ്, പക്ഷെ അത് അവർക്ക് നേട്ടമാണ്. അതുകൊണ്ട് അത് ഒരിക്കലും ഇല്ലാതെയാകുമെന്നുള്ള തോന്നല് എനിക്ക് എന്തായാലും ഇല്ല. എന്തായാലും അത് നമുക്ക് കണ്ടറിയണം. ട്രംപിന്റെ ഈ കടുംപിടുത്തം ഒക്കെ അങ്ങ് കുറയുമോ, അതോ ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിഭാഗം ട്രംപ് അനുകൂലികൾ, ട്രംപ് ഫാൻസ് തന്നെയുണ്ട്, അവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണോ എന്നുള്ള ചോദ്യം. തീർച്ചയായിട്ടും ട്രംപ് ഫാൻസിനെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ട്രംപ് കാർഡ് ഇറക്കുന്നു. ഇതിന്റെ അവസാനം തീർച്ചയായിട്ടും ഈ പറയുന്ന കുടിയേറ്റത്തിലെല്ലാം തന്നെ നിയന്ത്രണങ്ങൾ വരും, രേഖകൾ ഉണ്ടാകും. ഈ രേഖകൾ അനുസരിച്ച് ഉള്ള ഒരു ഭരണത്തിൽ, കാരണം നമുക്കെപ്പോഴും ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ നയതന്ത്രപരമായി പിണക്കാൻ കഴിയില്ല. കാരണം ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ അറബ് രാജ്യങ്ങളുമായി ഒരു വിദ്വേഷത്തിനോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാനോ ട്രംപ് തയ്യാറാകില്ല. കാരണം സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി വലിയ ബിസിനസ് തന്ത്രങ്ങളാണ് പയറ്റാൻ പോകുന്നത്. നമുക്കറിയാം സൗദി എന്ന് പറയുന്നത് അതിസമ്പന്നമായ രാജ്യമാണ്. അപ്പൊ അവരെ ഒന്നും പിണക്കാനുള്ള ഒരു നീക്കം ട്രംപിന്റെ ഭാഗത്ത് നമുക്കറിയാം. എന്തിനേറെ പറയുന്നു, ചൈനയെ പോലും ഒരു അധികാരം കിട്ടി എത്തുമ്പോൾ ചൈനയ്ക്കെതിരെയോ എന്തിനേറെ ഇറാനെതിരെയോ പോലും ഒരു ശക്തമായ ഒരു വാക്ക് പറയാൻ പോലും ട്രംപ് തയ്യാറാകുന്നില്ല. പകരം അമേരിക്കയെ സംരക്ഷിക്കുന്നു, അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് കൊണ്ടുവന്ന ചില മണ്ടത്തരങ്ങൾ ഞാൻ തിരുത്തുന്നു, അത്തരത്തിലുള്ള പ്രസ്താവനകളും പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളുമാണ് ട്രംപിൽ നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ മറ്റു രാജ്യങ്ങളെ ഒരു പരിധിയിൽ കൂടുതൽ പിണക്കാൻ ട്രംപ് തയ്യാറാകാത്ത ഒരു ട്രംപിനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ട്രംപ് അല്ല ഇത്തവണ. കഴിഞ്ഞ തവണ മുച്ചൂടും അടപടലം തെറി വിളിക്കുന്ന ഒരു ട്രംപിനെയാണ് നമ്മൾ കണ്ടത്. എന്താടാന്ന് ചോദിച്ചാൽ ഏതാടാന്ന് തിരിച്ചു പറയുന്ന പ്രസിഡന്റ് വളരെ മിതത്വം പാലിച്ചു, വളരെ മാന്യമായിട്ടുള്ള സംസാരമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സംസാരിച്ചതിൽ പകുതിയിലേറെയും ബൈഡനെ തെറി വിളിച്ചുകൊണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നില്ല. മറ്റേ ഇറാൻ എന്താടാന്ന് ചോദിച്ചാൽ നീ ഏതാടാന്ന് ചോദിക്കുന്ന ഒരു ട്രംപിനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത്തരത്തിലൊരു ട്രംപിനെ കാണാൻ ഫാൻസിന് കഴിയുന്നില്ല എന്നുള്ള ഒരു നിരാശ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അടുത്ത തന്നെ പെട്ടെന്ന് തന്നെ അത് വരും. വലിയ അധികകാലമൊന്നും ഇങ്ങനെ ഒരാള് ട്രംപ് ആണല്ലോ. അതന്നെ, എത്ര മൂടി വെച്ചാലും ഉള്ളിലുള്ളത് പുറത്തു വരും. അപ്പോൾ എന്തായാലും എന്താടാന്ന് ചോദിച്ചാൽ ഏതാടാന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു ട്രംപിനെ നമുക്ക് 5 വർഷത്തിനുള്ളിൽ കാണേണ്ടി വരും. എത്രയും പെട്ടെന്ന് തന്നെ കാണാം.
അപ്പോൾ ആശങ്കകൾ ഒരുപാടുണ്ട്. ലോകരാജ്യങ്ങൾക്ക് ട്രംപ് ഇത്ര കടുപ്പിച്ച നിലപാടുകൾ പറയുമ്പോൾ ഉറപ്പായിട്ടും ചില ആശങ്കകൾ ഒക്കെ തന്നെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും കുടിയേറ്റക്കാർക്കാണെങ്കിലും ഒക്കെ ഉണ്ട്. അതിലൊക്കെ ട്രംപ് മയപ്പെടുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും തുടങ്ങിയതല്ലേ ഉള്ളൂ. നമുക്ക് കൂടുതൽ ചർച്ചകളുമായിട്ട് ട്രംപ് അമേരിക്കയാണോ അതോ ട്രംപേരിക്കയാണോ എന്നുള്ള ചർച്ച ആവശ്യമാണ്. നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. Malayali Warta Plus. Like, share and subscribe.